നിങ്ങൾക്ക് സ്കൂള് കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. സ്കൂളിൽ നിന്ന് വരുത്തുണ്ട്. രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആൻഡ് സോനു, ഇവർ രണ്ടുപേരാണ് സ്കൂളിൽ. നാട്ടിൽ തന്നെയാണോ? നാട്ടിലുണ്ട്. ഒരുത്തൻ ഡോക്ടറാണ്. അവൻ ഡോക്ടർ ആവുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അതേപോലെ അവൻ വൈസ് വർഷം വിചാരിച്ചു ഇത് അല്ല, അവൻ അന്ന് അറിയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പോളൂ. ഞാൻ വലിയ എഞ്ചിനീയർ ആയാൽ ചിലപ്പോൾ അവൻ വല്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് അവന് തന്നെ ചികിത്സ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഹി നോസ് ദാറ്റ് ഐ വാസ് ലൈക്ക് ദിസ്. സോ പിന്നെ ഞാൻ പറയാം, ഐ ലവ് ദ പേഴ്സണൽ സ്പേസ്. ഓക്കെ. ബട്ട് ദർ വിൽ ബി സർട്ടൻ. ഇപ്പം നമ്മുടെ റവന്യൂ, ഒരു യൂട്യൂബ് റവന്യൂ വരുന്നത് 24-ാം തീയതി 25-ാം തീയതി ആ ടൈമിലാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസങ്ങൾ 26, 27, 28, 29, 30 വരെ ഒരു വസ്തുവില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും ഒന്നും ചെയ്യാതെ. അല്ല സർ, 2 കഴിഞ്ഞു, മൂന്നാമത്തെ ഏത് റിലേഷൻഷിപ്പ്? ഇപ്പോൾ ഒരെണ്ണമുണ്ട്. അതെ, വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു. ഹാട്രിക് 3 years, 3 വർഷമായി. മൂന്നാമത്തത് എല്ലാം ഓക്കെ. ഓൾ ഗുഡ്. നമ്മൾ ഇടപെടണോ? നിങ്ങളുടെ ഒരു ഇതിന് വരുന്ന മുമ്പ് ഞാൻ തോന്നുന്നു എല്ലാവർക്കും ഒരു പുഷ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു പുഷ് എന്ന് വെച്ചാൽ ഒരു huge thing because she had 2 million or 1 something followers അന്ന് ആ ഷെയർ ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞ നമ്മളൊരു ലൈം ലൈറ്റിൽ എത്തുന്നത്. ബിക്കോസ് ദർ ആർ റീഷെയർസ് ഭയങ്കരമായിരുന്നു അന്ന്. നമ്മളുടെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്നുള്ളതുണ്ട്. ബട്ട് സ്റ്റിൽ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ സമയം എടുത്തേനെ. മറ്റേ ഷീ ഗേവ് മി എ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് വെരി പോസിറ്റീവ്. ഞാൻ തോന്നുന്നു അന്നത്തെ ആ ഷെയർ നിങ്ങളുടെ ഒരു കോൺഫിഡൻസും ആ ഒരു ഇത് ബൂസ്റ്റ് ചെയ്തു. അന്ന് അതാണ് ആ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആ സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ നിർത്തരുത്, ഇട്ടുകൊണ്ടിരിക്കണം. പട്ട പോണം അത്. പക്ഷെ അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും, ഞാൻ തോന്നുന്നു നിങ്ങൾ യു ബിലീവ് നിങ്ങളൊരു ഓർഗാനിക്കലി ഗ്രോ ചെയ്തെയാണോ ആ സമയത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ക്ലോസ് ടു യുവർ ഹാർട്ട് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉമ്മയുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ്റെ ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് ടിൽ ഡേറ്റ്. അതായത് അത് ഉമ്മ ശരിക്കും ചെയ്യുന്ന സാധനമാണ്. നമ്മൾ സാധനം ഒരു സ്ഥലത്തായിരിക്കും, വിളിച്ചിട്ട് പറയും എടാ ഈ സാധനം മേടിച്ചോണ്ട് വന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഫോൺ കട്ട് ചെയ്യും. പിന്നെ വിളിക്കണം. പിന്നെ വിളിക്കുമ്പം സെയിം തിങ്, വേറെ എന്തെങ്കിലും വേണോ, വേറൊന്നും വേണ്ടെന്ന് പറയും. അപ്പൊ കട്ട് ചെയ്യും. പിന്നെ നോ ഗ്യാപ്പില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് കുറെ പാക്കി പോകണം. ആ സാധനം ഇസ് മൈ ഫേവറേറ്റ്. ഐ തിങ്ക് ദാറ്റ് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാനും പറ്റും. ഏതെങ്കിലും ഇപ്പൊ ദുൽഖറിന് ഇപ്പൊ അടുത്ത് കണ്ടല്ലോ, ഏതെങ്കിലും പടത്തിൽ ചാൻസ് തരുമോ? എനിക്കാ? പിന്നെ എനിക്കെന്ന് ഞാൻ ജീവിതത്തിൽ തരൂല. ആ ചാനൽ കൊടുത്താലേക്കാളും ഒരുത്തന്മാര് തരും. എനിക്ക് ആഗ്രഹമുള്ളതുണ്ട് ബ്രോ. എനിക്ക് മറ്റേ നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടർ അല്ലേ ജിത്തുനോ, ഐ വാണ്ടഡ് ടു ആക്ട് വിത്ത് ദാറ്റ് ഗായ്. ഞാനും ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പടം എടുക്കുമ്പോ ഉറപ്പ് ഇൻഷാ അല്ലാ മറക്കരുത്. അഭിനയിക്കൂ? അറിയില്ല, നിങ്ങൾ പറ അഭിനയിക്കോ? ഇത് കണ്ട് ഞാൻ നമ്മൾ മറ്റേ അസിസ്റ്റന്റ് പണിക്ക് ചെയ്യുന്ന സമയത്തെ ഒരുപാട് ആൾക്കാർ വരും, അഭിനയ മോഹികളാണ്. അതെ അതെ. ഇവർക്ക് അവസാനം നമ്മൾ സീൻ കൊടുക്കും, ബോബ് അടിക്കും. ഫ്രണ്ടിൽ ആരൊക്കെയായിരിക്കും നിൽക്കുന്ന, സിദ്ദിഖിക്ക, ഇവര് വലിയ ടോപ്പ് ആക്ടേഴ്സ്. ഉമ്മാര് ഒന്ന് ബോബ് അടിക്കും. ഡയറക്ടർ നമ്മളിങ്ങനെ നോക്കും. ഇതാണ് പ്രശ്നം. അത് നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോജി ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സെയിം തിങ്. നമുക്ക് അതുണ്ട്, നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവൽ പെർഫോമൻസ്. പക്ഷെ അവിടെ വന്നിട്ട് ഡയലോഗ് ഒരാൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ. എനിക്ക് മറ്റേ ആ സിദ്ദിഖാരെ ആ സാധനം ഇന്നും ഓർമ്മയുണ്ട്. ഹാപ്പി സർദാറിൽ എന്താ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നതെന്ന്, അങ്ങനെ എന്തായിരുന്നു ഡയലോഗ്. എൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ ക്യാമറ വെച്ചിട്ടേ ശാസേ അത് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ഫ്രണ്ടില് പുള്ളി നിൽക്കണം, കാറ്റ് മാത്രമേ ഞാൻ എന്ത് പിന്നെ വേറെ ടേക്കും കൂടെ പോവല്ലേ. അടുത്തതിൽ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന സാധനം അവിടെ വരുന്നില്ല. ദാറ്റ്സ് അന്ന് എനിക്കും മനസ്സിലായി. അല്ലല്ല ചെയ്യാൻ പറ്റും, ബട്ട് നമ്മളത് പ്രാക്ടീസ് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് വാഴ സിനിമയിലൊക്കെ ഇപ്പൊ മറ്റവരൊക്കെ വരുമ്പോഴും അവർ എക്സൽ ചെയ്യുന്നത്.
ഈ മറ്റേ ജോമോനാണെങ്കിലും നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആവശ്യത്തിൽ അവര്, അതെ അതെ ബിക്കോസ് അവർക്ക് ഒരു ബേസിക് അറിയാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. എക്സാക്ട്ലി. അവരൊന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ they'll be awesome. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.